അസ്സലാമലൈക്കും. എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണെങ്കിലേ എന്നാ നമുക്ക് പഠിക്കല്ലേ. അറബിക്കില് എത്ര ലെറ്റേഴ്സ് ഉണ്ട് എന്നറിയോ? എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 28 ലെറ്റേഴ്സ് നമുക്ക് അറബിയിൽ പഠിക്കാനുണ്ട്. അതില് കുറച്ച് ലെറ്റേഴ്സ് നമ്മള് LKG ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് ഓർക്കുന്നുണ്ടോ? LKG ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ ലെറ്റേഴ്സാ പഠിച്ചത്? ഒന്ന് പറഞ്ഞേ. അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ദൽ, ദൽ, റ, സൽ, സീൻ, ഷീൻ, സ്വാദ്, ലാൽ. ഈ 15 ലെറ്റേഴ്സും നമ്മള് LKG ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. നമുക്ക് UKG ഒരു 13 ലെറ്റേഴ്സ് കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ അതിൽ പഠിക്കാൻ പോകുന്നത് വാവ് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ലെറ്റർ ആയിട്ടുള്ള ത്വാവ്. ഒന്ന് പറഞ്ഞേ ത്വാവ്. ഒന്ന് പറഞ്ഞേ ത്വാവ്. ഒന്ന് പറഞ്ഞേ ത്വാവ്. ത്വാ എങ്ങനെ എഴുതാൻ നോക്കിയാലോ? ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചിരിക്കണ എളുപ്പമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും. അതിനു മുമ്പ് അറബിക്ക് എഴുതുമ്പോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അതെന്താണ് ഒന്ന് പറഞ്ഞേ. നമ്മള് ഇംഗ്ലീഷും മലയാളമൊക്കെ എഴുതുമ്പോ കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടാണ് എഴുതാറ്. പക്ഷെ നമ്മൾ അറബിക്ക് എവിടുന്ന് എഴുതാറ്? ഇവിടുന്ന് ഇങ്ങോട്ട്. ഓക്കെ, ഇംഗ്ലീഷും മലയാളമൊക്കെ നമ്മള് ലെഫ്റ്റിന്ന് റൈറ്റിക്കാണ് എഴുതുക. പക്ഷെ നമ്മൾ അറബിക്ക് എവിടുന്ന് എഴുതുക? റൈറ്റിന്ന് ലെഫ്റ്റിക്കാണ് നമ്മള് അറബിക് എഴുതാറ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യല്ലേ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് ത്വാ എങ്ങനെ എഴുതാൻ നോക്കാട്ടോ. ഇങ്ങനെ എഴുതാം. എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ടൊരു വര വരക്കുക. ഇതാണ് ത്വാ. ഇതാണ് ത്വാ. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ മുകളിൽ നിന്ന് താഴോട്ട്. ഇതാണ് ത്വാ. ഇതാണ് ത്വാ. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ഇങ്ങനെ എഴുതി, എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ട്. ഇതാണ് ത്വാ. ഇതാണ് ത്വാ. ത്വാ എഴുതാൻ എളുപ്പല്ലേ? ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇനി മുകളിൽ നിന്ന് താഴോട്ട്. ഇതാണ് ത്വാ. ഇതാണ് ത്വാ. ഓക്കെ, ഇനി ത്വാ വെച്ചിട്ട് നല്ല രസമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തരാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. ഇത് ഏതാക്ഷരം? ഏതാക്ഷരം? ത്വാ. ഒന്ന് പറഞ്ഞേ ത്വാ. ഒന്നുകൂടെ പറഞ്ഞേ ത്വാ. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞേ ത്വാ. ത്വാഇന് ഫതഹ് കൊടുത്താൽ ത്വാ. ത്വാഇന് ഫതഹ് കൊടുത്താൽ ത്വാ. ത്വാഇന് ഫതഹ് കൊടുത്താൽ ത്വാ. ഓക്കെ, ഇനി ത്വാഇന് കെസ്റ് കൊടുത്താൽ ത്വി. ത്വാഇന് കെസ്റ് കൊടുത്താൽ ത്വി. ഓക്കെ, അടുത്തത് ത്വാഇന് ലമ്മ് കൊടുത്താൽ തു. ത്വാഇന് ലമ്മ് കൊടുത്താൽ തു. ഓക്കെ, ഇനി ത്വാഇന് സുക്കൂന് കൊടുത്താൽ ത്വ. ത്വാഇന് സുക്കൂന് കൊടുത്താൽ ത്വ. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണേ. ത്വാഇന് ഫതഹ് കൊടുത്താൽ ത്വ. ത്വാഇന് ഫതഹ് കൊടുത്താൽ ത്വ. ത്വാഇന് കെസ്റ് കൊടുത്താൽ ത്വി. ത്വാഇന് കെസ്റ് കൊടുത്താൽ ത്വി. ത്വാഇന് ലമ്മ് കൊടുത്താൽ തു. ത്വാഇന് ലമ്മ് കൊടുത്താൽ തു. ത്വാഇന് സുക്കൂന് കൊടുത്താൽ ത്വ. ത്വാഇന് സുക്കൂന് കൊടുത്താൽ ത്വ. ത്വ, ത്വി, ത്വ.
പഠിക്കാനുണ്ട്. അതെന്താണെന്നറിയോ? ഞാനൊരു ചിത്രം കാണിച്ചു തരാം. ഇതാരാണ്? ആരാണ്? പറയൂ, ആരാണ്? ഒരു കുട്ടിയാണ് അല്ലെ? ഒരു കുട്ടിയുടെ ചിത്രമാണ് ഇത്. ഓക്കെ, വെരി ഗുഡ്. ഈ കുട്ടിക്ക് അറബിയിൽ ഒരു പേര് പറയൂ, വെച്ചിട്ട്. എന്താണെന്നറിയോ? ത്വിഫ്ലുൻ. ത്വിഫ്ലുൻ എന്ന് പറഞ്ഞേ. ത്വിഫ്ലുൻ. ഒന്നുകൂടെ പറഞ്ഞേ. ത്വിഫ്ലുൻ. ത്വിഫ്ലുൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കുട്ടിക്കാണ് അറബിയിൽ എന്ത് പറയാ? ത്വിഫ്ലുൻ. ഒന്ന് പറഞ്ഞേ. ത്വിഫ്ലുൻ. ത്വിഫ്ലുൻ. ഓക്കെ, വെച്ചിട്ട് എന്താണ്? ത്വിഫ്ലുൻ. ഓക്കെ, ഞാന് ഈ ത്വിഫ്ലുവിന്റെ ചിത്രം ഇവിടെ ഒട്ടിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ത്വിഫ്ലുൻ ഒന്ന് എഴുതി നോക്കിയാലോ? എങ്ങനെ എഴുതാൻ നോക്കിയല്ലേ? ഓക്കെ, ഇത് ത്വീ എന്നാണ്. ത്വീ. ത്വീ എന്ന് പറയുമ്പോ ത്വാഇന് എന്ത് കൊടുക്കുക? കെസറ് കൊടുക്കുക. ഓക്കെ, ത്വീനായി. ത്വിഫ്ലുൻ ആണ്. നമ്മള് ത്വീന്ന് എഴുതി. ഈ ഫ് എന്നാണ് വേണ്ടി. ത്വിഫ്ലുൻ അല്ലേ? ഫ് എന്നല്ല ഇനി എഴുതണ്ടി. ഫ് എന്ന് പറയുമ്പോ ഫാന്ന് എഴുതുക. ഫാന്ന് എഴുതി. ഫാന്ന് എഴുതി. ഫ് എന്നാണ്. ഫ്. ഫ് എന്ന് പറയുമ്പോ എന്താ കൊടുക്കുക? സുക്കൂന് കൊടുക്കുക. കണ്ടോ? സുക്കൂന് കൊടുത്തപ്പോ ത്വിഫ്നായി. ത്വിഫ്. ത്വിഫ്. ത്വിഫ്ലുൻ ആണ്. ത്വിഫ്ലുൻ. ലുൻ എന്ന് പറയുമ്പോ ലാം എഴുതുക. ലുൻ ആവുമ്പോ എന്താ കൊടുക്കുക? തൻവീൻ വമ്മ. രണ്ട് വമ്മ കൊടുക്കണം അല്ലെ? ഓക്കെ, കൊടുത്തു. എന്താ വായിക്കുക? ത്വിഫ്ലുൻ. ഓക്കെ, ത്വിഫ്ലുൻ. 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 ഓക്കെ, ത്വിഫ്ലുൻ ഒന്ന് വായിച്ചേ. ത്വിഫ്ലുൻ. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായോ? എന്നെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? അതിലെ പേജ് നമ്പർ 4 കണ്ടോ? കൊടുത്തിട്ടുണ്ട്. ത്വിഫ്ലുൻ കണ്ടോ? ത്വിഫ്ലുന്റെ ചിത്രം കണ്ടോ? ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ ത്വിഫ്ലുന്റെ. അത് നമ്മള് കളർ ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങൾ കളർ ചെയ്യില്ലേ? അതുപോലെ ഇതും നിങ്ങളൊന്ന് കളർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ത്വിഫ്ലുൻ ഒന്ന് എഴുതി കൊടുക്കാനുണ്ട്. ഇവിടെ എഴുതി കണ്ടോ? അതുപോലെ ഇത് നോക്കിയിട്ട് ഇതുപോലെ ഇതിന്റെ താഴേക്ക് നിങ്ങൾ എഴുതുക. ഓക്കെ, എഴുതില്ലേ? ഓക്കെ, ഇന്ന് നമ്മൾ ഏതക്ഷരം പഠിച്ചത്? ഏതക്ഷരം പഠിച്ചത്? ഏതക്ഷരം പഠിച്ചേ? ഒന്ന് പറഞ്ഞേ. നമ്മൾ എങ്ങനെ എഴുതുക? ഇങ്ങനെ എഴുതി. എന്നിട്ട് മുകളിന്ന് താഴോട്ട്. ഇതാണ് ഇതാണ് ഓക്കെ, ഇനി ത്വാഇന് ഫതഹ കൊടുത്താൽ ത്വാഇന് കെസ്റ് കൊടുത്താൽ ത്വി. ത്വാഇന് ലമ്മ കൊടുത്താൽ തു. ത്വാഇന് സുക്കൂന് കൊടുത്താൽ ത്വ. ഓക്കെ, പിന്നെ നമ്മള് ത്വ വെച്ചിട്ട് ഒരു വാക്ക് പഠിച്ചല്ലോ. എന്താണ്? ത്വിഫ്ലുൻ. എന്താണ്? ത്വിഫ്ലുൻ. ത്വിഫ്ലുൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ത്വിഫ്ലുൻ ആരാണ്? കുട്ടിക്ക് അറബിയിൽ പറയുന്ന പേരാണ് ത്വിഫ്ലുൻ. ഓക്കെ, ത്വിഫ്ലുൻ എങ്ങനെ എഴുതുക? ത്വ എഴുതി. ത്വി എന്ന് പറയുമ്പോ കെസറ് കൊടുക്കുക. അപ്പൊ ത്വീനായി. ത്വിഫ്ലുൻ. ഫ് എന്ന് പറയുമ്പോ ഫാന്ന് എഴുതുക. സുക്കൂന് കൊടുക്കുക. അപ്പൊ ത്വിഫ്നായി. ത്വിഫ്ലുൻ. ലുൻ എന്ന് പറയുമ്പോ ലാം എഴുതുക. തൻവീൻ വമ്മ കൊടുത്താൽ എന്തായി? ലുൻ. കുട്ടി വായിച്ചേ. ത്വിഫ്ലുൻ. ത്വിഫ്ലുൻ. ത്വിഫ്ലുൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കുട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. എളുപ്പല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇനി നിങ്ങള് ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ വർക്ക് ഉണ്ടല്ലോ, കളർ ചെയ്യുന്നേ, അത് നിങ്ങൾ ചെയ്യാം. എന്നാ വേഗം അത് ചെയ്തോളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.